ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു സുവിശേഷ ഭാഗം, സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗം ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമ്മുടെ കർത്താവ് നൽകുകയാണ്. ഈ സുവിശേഷ ഭാഗം ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ ഈ സുവിശേഷ ഭാഗത്തിന്റെ തൊട്ട് മുൻപേ ഉള്ള സുവിശേഷ ഭാഗത്തിന്റെ അവസാനവും നമ്മൾ കാണണം. അതായത് 19-ാം അധ്യായം 30-ാം തിരുവചനത്തിലും പറയുന്നത് ഇങ്ങനെയാണ്: എന്തെന്നാൽ മുൻപന്മാരായിരിക്കുന്നവരെല്ലാം പിൻപന്മാരും പിൻപന്മാരായിരിക്കുന്നവരെല്ലാം മുൻപന്മാരുമാകും. അതിനുശേഷം 20-ാം അധ്യായത്തിൽ ഈ ഇന്നത്തെ സുവിശേഷ ഭാഗമെല്ലാം കഴിഞ്ഞ് 20-ാം അധ്യായം 16-ാം തിരുവചനം വരുമ്പോഴും എത്തി നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ്: മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. അപ്പം ഈ സുവിശേഷ എഴുത്ത് രീതി തന്നെയാണ് ഒരേ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന രീതിയാണ് എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുക. അതായത് ഒരു അർത്ഥം നിറഞ്ഞ കാര്യം ഇതിനിടയ്ക്ക് ഒരു പുള്ളി പോലും തെറ്റാതെ ചേർത്ത് വെക്കാനായിട്ടാണ് ഈശോ ഈ രീതിയിലേക്ക് പറഞ്ഞതും അതോടൊപ്പം തന്നെ എഴുത്തി ശൈലി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കൊണ്ടുവരികയും ചെയ്തതെന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുക. അപ്പം ഇത് രണ്ടും ഒരു ബ്രാക്കറ്റിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നിൽക്കുമ്പോൾ ഇതിൻ്റെ സുവിശേഷ അർത്ഥം അത്രമാത്രം മേന്മ നിറഞ്ഞതാണ് എന്നുള്ളൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഇച്ചിരിയും കൂടെ സാധാരണ ചിന്തയേക്കാൾ ഇച്ചിരിയും കൂടെ മാറ്റി ചിന്തിക്കുവാൻ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ കാണുക. ഒന്നാമത്തെ കാര്യം, ഓരോ മണിക്കൂറിന്റെ സമയത്തിന്റെ വ്യത്യാസം വെച്ചാണ് ജോലിക്കാർ എടുക്കുക. ഒരു ദിവസത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എടുക്കുമ്പം 6 മണിയാണ്. ഇവിടെ സാധാരണ എടുക്കുമ്പോൾ മാറ്റി ചിന്തിക്കുമ്പോൾ 6 മണിയാണ്. 3-ാം മണിക്കൂർ, പിന്നെ 5-ാം മണിക്കൂർ, 9-ാം മണിക്കൂർ എന്ന് പറയുന്നതെല്ലാം 9 മണി മുതലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഈ രീതിയിൽ ഈ നാട്ടിലേക്ക് കണക്കാക്കുമ്പോൾ 9 മണി മുതൽ രാവിലെ പ്രഭാതത്തിന്റെ 9 മണി മുതൽ ആളുകളെ അവൻ തോട്ടത്തിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഏറ്റവും അവസാന മണിക്കൂർ 11-ാം മണിക്കൂർ എന്ന് പറയുന്നത് തന്നെ ഇവിടെ വൈകുന്നേരം 5 മണി സമയമാണ് ഏകദേശം. അപ്പോൾ അവസാനം 6 മണിക്ക് വരെ, 1 മണിക്കൂർ കഴിയുമ്പോൾ 6 മണിയാകും. 6 മണി വരെയാണ് ജോലി സമയം. അതിനുശേഷം ദൈവത്തിന് വേണ്ടിയുള്ള സമയമായിട്ടാണ് മാറ്റിവെക്കുക. അപ്പം ഈ സമയ കാലയളവിലാണ് ജോലി മേഖലയിലേക്ക് ഒരു വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ഒരു യജമാനൻ വന്ന് അവൻ ജോലി മേഖലയിലേക്ക് ഈ മക്കളെയൊക്കെ അയക്കുന്നത്. ഈ വേലക്കാരെ അയക്കുവാനായിട്ട് മറ്റൊരു കാരണവും കൂടെ ഉണ്ട്. ഇങ്ങനെ പൊതുസ്ഥലത്ത്, ചന്തസ്ഥലത്ത് ഇങ്ങനെ ഇവരെല്ലാവരും വന്ന് നിൽക്കാനുള്ള കാരണം, ജോലിക്കാർ വന്ന് നിൽക്കാനുള്ള കാരണം, ദിവസക്കൂലിക്ക് വേണ്ടി മാത്രം ജോലി ചെയ്തിരുന്നവർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ദിവസക്കൂലി ഒരു ദിവസം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കുടുംബം മുഴുവനും പട്ടിണിയാകും എന്നുള്ളതായിരുന്നു സൂചന. കാരണം അവർക്ക് ഒരു ദിവസം കിട്ടുന്നത് വെച്ചാണ് അവരുടെ കുടുംബത്തെ പോറ്റിക്കൊണ്ടിരുന്നത് എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ നമ്മൾ പഠിപ്പിക്കുക. അപ്പം ഒരു ദിവസത്തെ കൂലി തെറ്റിയാൽ പോലും, ഒരു ദിവസം കിട്ടാതിരുന്നാൽ പോലും അവരൊരു കുടുംബം മുഴുവനും ഇല്ലാതാകുകയാണ്. ഒരു കുടുംബത്തിന് മുഴുവനും ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഇല്ലാതാകുകയാണ്. അപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഒരു യജമാനൻ ഇവരെ എല്ലാവരും ജോലിക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് അവസാനം വന്നവരോട് അവൻ അവസാനം ഇറങ്ങി വിളിച്ചവരോടും അവൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ: ഇത്രയും നേരമായിട്ടും, ദിവസത്തിന്റെ വൈകുന്നേരം വരെ നിങ്ങൾ ഇത്രയും നേരമായിട്ടും നിങ്ങളെ ഇതുവരെ ആരും കൊണ്ടുപോയില്ലേ? അലസരായി എന്തുകൊണ്ട് നിൽക്കുന്നു? ഒരു നന്മയുള്ള ഒരു യജമാനനായതുകൊണ്ട് മാത്രമാണ് അവൻ പറഞ്ഞത്, എന്നാ നിങ്ങൾ തോട്ടത്തിലേക്ക് പൊക്കോളുക. അതുകൊണ്ടാണ് സുവിശേഷ ഭാഗത്തിന്റെ അവസാന ഭാഗത്തിൽ ഞാൻ നല്ലവനായത് കൊണ്ടല്ലേ നിങ്ങൾ ഇത് പറയുന്നത്. അപ്പം ഈ നന്മയുള്ള മനസ്സ് ഈ യജമാനനുണ്ടായത്. ഏത് മണിക്കൂറിലാണെങ്കിലും, ഏതവസ്ഥയിലാണെങ്കിലും ഒരു കുടുംബം അവർക്ക് കിട്ടേണ്ട ഒരു വേതനം കിട്ടാതിരുന്നെങ്കിൽ ഒരു കുടുംബം ഇല്ലാതായി പോകുമെന്നുള്ളൊരു ചിന്ത ഈ യജമാനനുണ്ടായിരുന്നു. അപ്പം അത്രമാത്രം നന്മയോട് ചിന്തിക്കാൻ ഈ യജമാനന് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത നമ്മളിലേക്ക് ഇന്നത്തെ സുവിശേഷമായി കൊണ്ടുവരിക. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമെന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ അവനെ സഹായിക്കുവാൻ എടുക്കുന്ന മുൻഗണന, നേരത്തെ തന്നെ അവനെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ്, ആ മനസ്സിനെയാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിൽ കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം നേരത്തെ തന്നെ ദൈവം തീരുമാനിച്ചുറപ്പിച്ച് നമുക്ക് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകുമെന്ന് നമ്മുടെ തമ്പുരാൻ കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും നേരത്തെ തന്നെ തമ്പുരാൻ കർത്താവ് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ.
ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് പിടിക്കുന്നതും അനുഗ്രഹങ്ങൾ നൽകുന്നതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരിലും അനുഗ്രഹം ലഭിച്ചില്ലെങ്കിൽ അവനോ അവന്റെ കുടുംബമോ ഇല്ലാതായി പോകും എന്ന് ദൈവതമ്പുരാൻ അറിയാം. അതുകൊണ്ടാണ് അനുഗ്രഹം നിരന്തരമായി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്. സാധാരണ പ്രശ്നങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് അതില്ല, ഇതില്ല, രോഗമാണ്, സൗഖ്യമില്ല, മക്കളുടെ പഠനമാണ്, അതെല്ലാം ഓക്കെ. പക്ഷെ അതിനുപരിയായി ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കോട്ടം പോലും സംഭവിക്കാതെ നമ്മളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ, സ്നേഹവായ്പോടെ ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം നമ്മളെ നേരത്തെ തന്നെ കണ്ടിരുന്നു, നേരത്തെ തന്നെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിരുന്ന അനുഗ്രഹങ്ങൾ അവൻ ചൊരിഞ്ഞിരുന്നു എന്നുള്ളൊരിതിൻ്റെയാണ് സൂചനയാണ്. അതിനുശേഷം അത് ഓരോ മണിക്കൂറിലും ഓരോ ജോലിക്കാരെ എടുത്തതിന് ശേഷം അവസാനം വേദന നൽകുമ്പോൾ ഓരോ ധനാറിയെ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും വേണ്ടത്ര അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷേ അമിതമായ ആഗ്രഹമായിരുന്നു ഏറ്റവും ആദ്യം വന്നവർക്ക്. അമിതമായ ആഗ്രഹം. ഈ അമിതമായ ആഗ്രഹം എന്തിനാണ്? അവരുടെ ജീവിതത്തിൽ അവർ മറ്റെല്ലാരെക്കാട്ടിലും മുന്നിൽ നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹം. അവരുടെ ജീവിതത്തിൽ അവർ ജോലിയെടുത്തുണ്ടാക്കിയത് മാത്രമല്ല, ജോലിയെടുത്ത് അമിതമായി ഉണ്ടാക്കിയത്. ജോലിയെടുത്ത് സാധാരണ ഉണ്ടാക്കിയതല്ല, അമിതമായി ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ അമിതമായി ശേഖരിക്കുവാൻ ഇവര് ആഗ്രഹിച്ചത്. ഒരു കച്ചവടക്കാരൻ ഒരു 100 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അത് ശരിയാണോ? ശരിയല്ല. അപ്പം 100 രൂപയേക്കാളും ഏറ്റവും അധികമായി അവൻ കാശ് മേന്മ നേടി മറ്റുള്ളവന്റെ മുൻപിൽ അവൻ മുന്നോട്ട് പോകുവാൻ, ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ പരിശ്രമിച്ചിരുന്നു. അങ്ങനെ രീതിയിൽ മുന്നോട്ട് നീങ്ങരുത് എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് കർത്താവ് പറയുക, മുൻപന്മാരാകുന്നവന്മാർ പരിശ്രമിക്കുന്നവരെല്ലാം പിൻപന്മാരാകും. എല്ലാം പിൻപന്മാരാകും. കാരണം ദൈവസന്നിധിയിൽ അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് പിന്നോട്ടാണ്. അവരൊരിക്കൽ പോലും മറ്റുള്ളവന്റെ മേന്മയ്ക്ക് വേണ്ടിയല്ല പരിശ്രമിച്ചത്, അവന്റെ തന്നെയുള്ള മേന്മയ്ക്ക് വേണ്ടി. അവന്റെ ജീവിതം, അവന്റെ കുടുംബം, ബാക്കിയെല്ലാം രണ്ടാമതാണ് അവന്. അപ്പം ആ ഒരു ചിന്തയിലേക്ക് എല്ലാവരെയും തുല്യരായി കണക്കുവാക്കാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഒരുവന് സാധിച്ചു, യജമാനൻ. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എല്ലാവരെയും തുല്യ രീതിയിൽ മനസ്സിലാക്കുവാനും ഒരു പക്ഷപാതം ഒന്നും കാണിക്കാതെ എല്ലാവരെയും തുല്യ രീതിയിൽ ചേർത്ത് കൊണ്ടുവരുവാനും നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിക്കാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം.